ഹായ്, നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, താർ ഒരു സെക്കൻഡറി വണ്ടിയാണോ, ഈ പ്രൈമറി വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, എന്നാ മൈലേജ് കിട്ടുമെന്നൊക്കെ. താറ് ഒരു സെക്കൻഡറി വണ്ടിയാണോ എന്ന് ചോദിച്ചാൽ സെക്കൻഡറി വണ്ടിയാണ്. അതുപോലെ തന്നെ വണ്ടി പ്രൈമറി വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രൈമറി വണ്ടിയായിട്ട് ഉപയോഗിക്കണ എന്താ പറയുന്നത്, ഒരു ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, അങ്ങനെയുള്ള ഒരു ഫാമിലിക്ക് ഇത് പ്രൈമറി വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ അത് വേറെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പിള്ളേരാകുമ്പോൾ നമുക്കിപ്പം സാധാ വണ്ടിയിട്ടൊക്കെ പുറകെ കയറിയ സൈഡിലൊക്കെ ഇടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതാകുമ്പോൾ മറ്റേ പുറകെ ഇട്ടാൽ ചാടിപ്പോകുന്നതും പേടിക്കേണ്ട, അവിടെ ഇരുന്നോളും, ഒന്നും ആ കേസി ഓക്കെയാണ്. പിന്നെ ഈ സെക്കൻഡറി വണ്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫാമിലി എന്ന് പറയുമ്പം ഇപ്പം പ്രായമായവരും എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പം നോർമലി പ്രായമായവർക്ക് ഇതൊക്കെ കയറാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇത് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത്. അതിനാ കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ അത് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഗ്രാൻഡ് ഫാദറും എല്ലാമായിട്ട് ട്രിപ്പ് പോയി, അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പക്ക ആരോഗ്യമുള്ളവരും ഉണ്ട്, അവനവൻ്റെ ആരോഗ്യം പോലെ ഇരിക്കും. അപ്പം കുറേ പേര് ചോദിക്കും, ഇതിന് യാത്രാസുഖം ഉണ്ടോ എന്ന് ഫാമിലി യൂസിന് ഉപയോഗിക്കണമെങ്കിൽ. ഇപ്പം എന്താ പറയുക, യാത്രാസുഖത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് വീട്ടിൽ ഇരിക്കുന്ന പോലെ യാത്ര ചെയ്യണം എന്നുള്ള ആൾക്കാരുണ്ട്. പിന്നെ കുറേ കാറ്റഗറി ഉണ്ട്, സെഡാനി ജസ്റ്റ് ഒന്ന് അത്യാവശ്യം കിടന്ന് യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്യണം എന്നുള്ളത്. കിടന്ന് ഉദ്ദേശിച്ച ശാലം ചാരി കിടന്ന് ഉദ്ദേശിച്ച്. പിന്നെ അതുപോലെ തന്നെ നൂറിനിരുന്ന് യാത്ര ചെയ്യണം എന്നുള്ളവരും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ഞാൻ ഈ ഇടയ്ക്ക് ഒരാളോട് ചോദിച്ചു, പുള്ളി ഈ ജസ്റ്റ് ഇപ്പം എന്താ പറയുക, സ്കോർപ്പിയോ ഉപയോഗിക്കുന്നത്. പുള്ളി എന്തായാലും ഇടയ്ക്ക് നോർത്തിലോട്ടൊക്കെ യാത്ര പോകുന്നത്. അന്നേരം പുള്ളിയോട് ചോദിച്ചു, ഇപ്പം നിങ്ങൾ നോർത്തിലോട്ടൊക്കെ പോകാൻ ഈ വണ്ടി ഉപയോഗിക്കുമോ, ഇതിന് യാത്രാസുഖം കുറവല്ലേ എന്ന്. അന്നേരം പുള്ളി പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഇപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കുറച്ച് ഹൈറ്റും കാര്യങ്ങളും വേണം, വലിപ്പം വേണം, ചെറിയ അനക്കം വേണം, അല്ലാതെ എനിക്ക് യാത്ര ചെയ്യുന്നൊരു മടുപ്പാണ്. അന്നേരം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അവനവൻ്റെ ഇഷ്ടങ്ങൾ നോക്കി കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പം വണ്ടിയുടെ സീറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ പ്രൈമറി വണ്ടിയായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ്, അന്നേരം ഒരു കാര്യം ചിന്തിച്ചോണം, വണ്ടി 4 സീറ്റർ വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ യാത്രാസുഖം ഫ്രണ്ടിലത്തെ 2 സീറ്റാണ്. ബാക്ക് സീറ്റ് വരുമ്പം ചെറിയ കുലുക്കവും കാര്യങ്ങളും കൊണ്ട് കാരണം ടയറിൻ്റെ മണ്ടയിലാണ് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആൾക്കാരുടെ മൈൻഡാണ്. ചിലർക്ക് ഇത് ഭയങ്കര ഹാപ്പിയാണ്, ചിലർക്ക് ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. നമുക്കിപ്പം മീറ്ററെ കാണിക്കുന്ന മൈലേജ് ഇതാണ്, 23 ട്രിപ്പ് മീറ്റർ കാണിക്കുന്ന മൈലേജ്. യഥാർത്ഥത്തിൽ നമുക്കിത് കിട്ടുന്ന മൈലേജ് ആണെന്ന് ചോദിച്ചാൽ കിട്ടുന്ന മൈലേജ് അല്ല. കാരണം അത് നമ്മൾ റണ്ണിങ് റീസെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മൈലേജ് കയറി വന്നേക്കുന്നതാണ്. യഥാർത്ഥ മൈലേജും കാണിച്ചു തരാം. യഥാർത്ഥ മൈലേജ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. ഇതിൻ്റെ അത് നമുക്ക് നമ്മൾ വണ്ടിയിൽ തന്നെ ഓപ്ഷനുണ്ട്, കാർ ഇൻഫോയ്ക്കകത്ത് കയറുക. 21 കിട്ടുന്നുണ്ട് കേട്ടോ മൈലേജ്. അന്നേരം റോഡ് നല്ലതാണ്. പിന്നെ അത്യാവശ്യം നല്ല വലിയ ഓവർ സ്പീഡോ കാര്യങ്ങളൊന്നും അല്ല, അത്യാവശ്യം പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു 60 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ, അതാണ് 21 കാണിക്കുന്നത്. ഇത് ഏകദേശം കിട്ടിയ മൈലേജ് തന്നെയാണ്. കാരണം അതിൻ്റെ അത് ഫുൾ ഡീറ്റെയിൽ ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടി, ആ കിലോമീറ്റർ കിട്ടിയത്, ക്ലച്ച് എത്ര പ്രാവശ്യം ചവിട്ടി, ടോപ്പ് സ്പീഡ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ഡീസലിലാണ് നമുക്ക് ഈ മൈലേജ് കിട്ടുന്നത്. പിന്നെ ലോക്കലി നമുക്കിതൊന്നും കിട്ടത്തില്ല. ലോങ് ആണെങ്കിലും നമുക്ക് ഈ മൈലേജ് കിട്ടുള്ളൂ. ലോക്കലി നമുക്കൊരു 14-15 പ്രതീക്ഷിച്ചാൽ മതി. ലോങ് ആണ് നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ കിട്ടും. കാരണം ഈ 6 സ്പീഡ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി മൈലേജ് കൂടുതലായിരിക്കും.